ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് പോസ്റ്റിങ് ജൂൺ 30 അത് കഴിഞ്ഞ് ഓരോ മാസവും 2-3 പ്രാവശ്യം ഈ കേസ് മാറ്റി അഡ്ജോൺ ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇവർ ഗവൺമെൻറ് പറയുന്ന പോലെ അല്ലെങ്കിൽ കോടതിയുടെ ഗവൺമെൻറ് വക്കീൽ ഭാഗം പറയുന്ന പോലെ ഈ പറഞ്ഞേക്കുന്ന കുറ്റപത്രം സമർപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് അത് പറയുന്നത് തെറ്റാണ്. കാരണം ജൂൺ 30 ഞങ്ങൾ മുമ്പ് കേസ് ഫയൽ ചെയ്ത് 30 ഫസ്റ്റ് പോസ്റ്റിംഗ് ആകുകയും ഇപ്പം നമ്മുടെ CBI എൻക്വയറി വേണമെന്നുള്ള ആ ഒരു പെറ്റീഷൻ അവിടെ നിലവിൽ പെൻഡിങ്ങിലുണ്ട്. ഇവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നത് 3 മാസത്തിനകം 85ാമത്തെ ദിവസം ഏകദേശം ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലാണ്. അപ്പം ഗവൺമെൻറ് പറയുന്നത് കുറ്റപത്രം പോലീസ് അന്വേഷിച്ചു, കോടതിയിൽ സമർപ്പിച്ചു, അതിനുശേഷം പിന്നെ CBI അന്വേഷണത്തിൽ പ്രസക്തിയില്ല എന്ന് പറയും. അതുതന്നെ അടിസ്ഥാനമില്ലാത്തതാണ്. നമ്മുടെ കേസ് അവിടെ പെൻഡിങ്ങിലുണ്ട്. നമ്മുടെ കേസ് എടുക്കാതിരിക്കുന്ന ഞങ്ങളുടെ ആളുടെ കുഴപ്പമൊന്നും അല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ പല പ്രാവശ്യം മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഡീഷണലായിട്ട് ഒരു കോടതി ബെഞ്ച് മാറി DGPയെ തന്നെ ചുമതല ഏൽപ്പിച്ചു. വീണ്ടും എൻക്വയറി. DGP ഞങ്ങളെ വിളിച്ച് എൻക്വയറിക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ നേരിട്ട് DGPയോട് ഞങ്ങൾ ചോദിച്ചതാണ്, സാറ് ഏത് എൻക്വയറി നടത്തിയാലും സാറിൻ്റെ കീഴിലുള്ള അല്ല കേരള സ്റ്റേറ്റിലെ പോലീസ് നടത്തിയ എൻക്വയറിയെ തെളിവെടുപ്പല്ലേ ഉള്ളൂ, നിങ്ങൾ കോടതിയിലും പറയുള്ളൂ, അല്ല അതിൻ്റെ അകത്ത് വേറെ ഒന്നും മാറ്റി പറയാൻ പറ്റുകയുള്ളെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നാണ് അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ CBI കേസ് അവിടെ ഹൈക്കോടതിയിലുണ്ട്. അപ്പം 7 മാസം കൊണ്ട് ഏകദേശം 20 പ്രാവശ്യമാണ് ഈ കോടതി ഈ കേസുകൾ കേട്ടത്. അതിൽ മാത്രം എന്ത് ബുദ്ധിമുട്ടുകളാണ് ഇതുള്ളത്. കാരണം പല സുപ്രീം കോടതി വിധികളുമുണ്ട്. ഇങ്ങനെ ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ പേരൻസിന് അതിന് എൻക്വയറി വേണമെങ്കിൽ CBI എൻക്വയറി അനുവദിച്ചു കൊടുക്കുന്ന തെറ്റില്ല എന്ന് പല ഉത്തരവുകളുണ്ടായിട്ടുണ്ട്. നമ്മുടെ കാര്യം വന്നപ്പോൾ മാത്രം ഈ പറഞ്ഞേക്കുന്ന ഗവൺമെൻറ് ശക്തമായിട്ട് എതിർക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റ് രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊന്നുമില്ല. നിലവിൽ CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കുന്നുണ്ട്. അത് അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലാണെങ്കിൽ തന്നെയും സത്യവും നീതിയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഡിവിഷൻ ബെഞ്ചിൽ തന്നെ നമ്മുടെ അനുവദിച്ച് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. കാരണം ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് അറിയുവാനുള്ള ആഗ്രഹവും ലഭിക്കാനുള്ള നീതിയും കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. സർക്കാർ അങ്ങനെ പരാതി ആയിട്ടല്ല എങ്കിൽ പോലും എന്തിനാണ് സർക്കാർ ഇത് എതിർക്കുന്നത്? സർക്കാരിനൊരു ബുദ്ധിമുട്ടോ വരുന്ന കേസ് കേട്ടതൊന്നും വരുന്നില്ല. കോടതി തന്നെ പല പ്രാവശ്യം ചോദിച്ചു, ആദ്യമൊക്കെ പല ജഡ്ജിമാരും ചോദിച്ചു, എന്തിനാണ് സർക്കാർ ഇതിനെ എതിർക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കേസ് കേട്ടല്ലോ. CBI അങ്ങനെ അവർക്ക് ഒരു പേരൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി എൻക്വയറി നടത്തേണ്ടത് എന്താണ് കുഴപ്പം എന്ന് പല ജഡ്ജിമാരും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് ഇങ്ങനെ ആമുഖത്തിൽ കോടതി അവിടെ ഓപ്പൺ കോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്.